മൊബൈൽ ഫോണിൽ ഒരു ഭൂതക്കണ്ണാടി ഉണ്ടെങ്കിൽ മരുന്നുകളുടെയും പ്രോഡക്റ്റിൻ്റെയും ഒക്കെ മുകളിൽ വരുന്ന എത്ര ചെറിയ എഴുത്താണെങ്കിലും വളരെ വൃത്തിയായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചിലർക്കൊക്കെ പത്രത്തിലുള്ള വാർത്തകൾ പോലും വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്തരം സാഹചര്യത്തിലും നമുക്കിത് ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ വൃത്തിയായിട്ട് പത്രത്തിലെ വാർത്തകളായാലും ചിത്രങ്ങളായാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വസ്തു നോക്കാനുണ്ടെങ്കിലും വളരെ വൃത്തിയായി സൂം ചെയ്ത് നമുക്ക് ഭൂതക്കണ്ണാടിയിൽ നോക്കുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ പ്രയോജനങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ക്യാമറ പെർമിഷനാണ് ചോദിക്കുക. അത് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ക്യാമറ പെർമിഷൻ കൊടുത്താൽ ഇതുപോലെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആയി വരും. ഇത് ഫോട്ടോ എടുക്കുന്നത് പോലെയുള്ളൊരു ക്യാമറയല്ല. ഇപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ മുകളിലുള്ള എഴുത്തുകളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയും ചെറുതാണ്. ഞാൻ ജസ്റ്റ് ഇതിന് നേരെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായിട്ട് ഇതിൽ എഴുതിയ കാര്യങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ പറ്റും. നമുക്കൊരു പ്രോഡക്റ്റിലെ MRP അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുന്നില്ലെങ്കിൽ ഇതുപോലെ നേരെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നോക്കിയാൽ പോരെ എന്ന്. ഫോൺ ക്യാമറ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും വിശദമായിട്ട് നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭൂതക്കണ്ണാടി പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിരവധി അതിനുള്ള പ്രയോജനകരമായ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പത്രം എടുത്തിട്ടുണ്ട്. സാധാരണ പോലെയല്ല, നമുക്കിത് വളരെ വലുതാക്കി സൂം ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്തായിട്ട് ടോർച്ചിൻ്റെ ഓപ്ഷൻ കാണാം. നമുക്ക് രാത്രി കാലങ്ങളിൽ ഇരുട്ടത്തൊക്കെ ഒന്ന് ടോർച്ച് ഓൺ ചെയ്തിട്ട് തന്നെ വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെ ഒരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ പ്രയോജനം എന്തെന്നാൽ നമുക്കിപ്പോൾ കൈ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എന്തെങ്കിലും വായിക്കാനൊക്കെ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ സീന് പോസ് ആകും. അപ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ ക്യാമറ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം റൊട്ടേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വായനയ്ക്ക് ആവശ്യമായ നിരവധി ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.